കൊച്ചു പിള്ളേർക്ക്, അപ്പം നമുക്ക് നാച്ചുറലി കൊച്ചു പിള്ളേരുടെ ജീവിതശൈലിയിൽ എന്ത് തെറ്റ് വന്നിട്ടാണ് എന്ന്. കൊച്ചു പിള്ളേരുടെ ജീവിതശൈലി, ആ കൊച്ചിൻ്റെ ഫസ്റ്റ് സെല്ല് വരുന്ന എവിടെ നിന്നാണ്? അച്ഛൻ്റെ സ്പേമും അമ്മയുടെ എഗ്ഗും കൂടെ മീറ്റ് ചെയ്താണ്. ആ ജെനറ്റിക്സ് ആണ് കുഞ്ഞിന് കിട്ടുന്നത്. അപ്പം അച്ഛൻ്റെ ജെനറ്റിക്സിൽ ഓൾറെഡി ഡാമേജ് ഉണ്ടെങ്കിൽ, പ്രിഡിസ്പൊസിഷൻ ഉണ്ടെങ്കിൽ, അല്ല അമ്മയുടെ ജീൻസിൽ പ്രിഡിസ്പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വരാം. പക്ഷെ സാധാരണ കൊച്ചു കുട്ടികളിൽ വരുന്ന കണ്ണിൽ വരുന്ന ഒരു ന്യൂറോബ്ലാസ്റ്റോമ, അതുപോലെ ബ്ലഡ് സെൽസിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ നമ്മളുടെ പേരൻസിൻ്റെ ജെനറ്റിക്സുമായിട്ടും അവരുടെ ജീവിതശൈലിയായിട്ട്. ശരിക്കും കുട്ടികൾ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ പേരൻസ് കൺസീവ് ചെയ്യുന്നതിൻ്റെ മുമ്പ്, അതായത് ഒരു എഗ്ഗും ഒരു സെല്ലും ഡെവലപ്പ് ചെയ്യാൻ തന്നെ, അതായത് ഫൈനൽ മീറ്റിംഗ് പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഓൾമോസ്റ്റ് 3 മാസം എടുക്കും. അവിടെ വെച്ചാണ് ആ ഉറങ്ങിക്കിടക്കുന്ന ജേം സെൽ, അതിൻ്റെ സ്റ്റെം സെൽസ് ആക്റ്റീവായി ഒരു സ്പേമിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഇത് വരണമെങ്കിൽ പേരൻസ് പ്ലാൻഡ് ആയിട്ട് ഒരു പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് പ്രഗ്നൻ്റ് ആയി ആ പ്രഗ്നൻസി ടൈമിലും നന്നായിട്ട് കെയർ എടുക്കുക. പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാലത്തും കെയർ എടുത്താലാണ് ഒരു കുഞ്ഞിന് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുക. അപ്പം അവിടെ വന്നിരിക്കുന്ന എന്തെങ്കിലും ഹെൽത്തിലെ പ്രോബ്ലംസ് വരാം, ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടാകാം. അമ്മയ്ക്ക് അച്ഛന് ഈ പ്രീ കൺസെപ്ഷണൽ ടൈമിൽ വരുന്ന 3 മാസത്തെ ഇൻഫെക്ഷൻസ്, അമ്മയ്ക്കും പ്രീ കൺസെപ്ഷണൽ ടൈമിൽ, അതായത് പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ 3 മാസം മുമ്പ് വരുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞിട്ട് വരുന്ന ഇൻഫെക്ഷൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ടോക്സിൻസ്, മരുന്നുകൾ, ഇതെല്ലാം കുഞ്ഞിൻ്റെ ഹെൽത്തിനെ ബാധിക്കാം. അപ്പം അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കുന്ന ഒരു പേഷ്യൻ്റ്, അവരുടെ ഹസ്ബൻഡിന് ഒരു ന്യൂറോബ്ലാസ്റ്റം, ബ്രെയിനിൽ വരുന്നൊരു ക്യാൻസർ ഉണ്ടായിരുന്നു. അതിന് കീമോതെറാപ്പി ഒക്കെ എടുത്തിരുന്ന ഇവർ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞു, പേഷ്യൻ്റ് ഓക്കെ, അവർ മാറിയെന്നും കരുതി പോയി കല്യാണം കഴിച്ചു. കുഞ്ഞ് പ്രഗ്നൻ്റായി. ഇപ്പോൾ കുഞ്ഞിന് വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി ന്യൂറോബ്ലാസ്റ്റോമയായിരുന്നു, ബ്രെയിനിൻ്റെ ട്യൂമർ ആയിരുന്നല്ലോ. അത് കുഞ്ഞുണ്ടായി ഒരു 7th മന്ത് ആയപ്പം സ്കാനിങ്ങിലാണ് അറിയുന്നത് അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഇല്ല. അപ്പം ബ്രെയിനേ ഇല്ല. അപ്പം അത് അങ്ങനെയൊക്കെ വരാം. അതായത് ആ കീമോതെറാപ്പിയുടെ ഇഫക്റ്റാണ്. അത് ശരിക്കും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അതിനു മുമ്പല്ല. അദ്ദേഹം എടുത്തത് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ്, 1 or 2 years ബാക്കാണ് ഈ കീമോതെറാപ്പി ബ്രെയിൻ ക്യാൻസറിന് വേണ്ടിയിട്ട് എടുത്തത്. സോ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ അത് നമ്മളുടെ പേരൻസിൻ്റെ ലൈഫ് സ്റ്റൈലും അവരുടെ ജെനറ്റിക്സും എല്ലാം ആണ് അതിനകത്ത് ഘടകമാകുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.